ഹലോ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി ചാപ്റ്ററിലെ രണ്ടാമത്തെ പാഠമാണ്. രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? ജിന്ദഗി കാ സഫർ. ജിന്ദഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം അല്ലേ. സഫർ എന്ന് പറഞ്ഞാലോ, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞു സഫർ എന്ന് പറഞ്ഞാൽ യാത്ര. അപ്പോൾ ജിന്ദഗി കാ സഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത യാത്ര. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ജീവിതയാത്ര, ജിന്ദഗി കാ സഫർ. കിസ് വിധ കി രചന ഹേ? ഏക്ക് ഹൈക്കു ഹേ അല്ലേ, ഒരു ഹൈക്കു ആണ്. അപ്പം ഇനി അടുത്തത് എന്താണ് ഹൈക്കു? ഹൈക്കുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏക്ക് ഛോട്ടി സി ജപ്പാനി ലഘു കവിതാക്കോ ഹൈക്കു കഹിലാത്ത ഹേ. എന്താണ്? ജപ്പാൻകാരുടെ അല്ലേ, ജപ്പാനിലെ ഒരു ചെറു കവിതയാണ് എന്ത്? ഹൈക്കു. പിന്നെ ഈ ഹൈക്കുവിനൊരു പ്രത്യേകത ഉണ്ട്. ഹൈക്കുവിന് 3 വരികളാണുള്ളത്. 3 വരികൾ, 3 ചെറിയ വരികൾ. അതിൽ ഒന്നാമത്തെ വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്നറിയാമോ? ഒന്നാമത്തെ വരിയിൽ 5 അക്ഷരങ്ങളുണ്ട്. രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരങ്ങളുണ്ട്. മൂന്നാമത്തെ വരിയിലും 5 അക്ഷരങ്ങൾ. അങ്ങനെ 5, 7, 3, 5 അല്ലേ. 5 കവിതയാണ് അല്ലേ, ചെറിയൊരു ജപ്പാനി കവിതയാണ് ഹൈക്കു. 7 അക്ഷരവും മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരവും കൊണ്ട് എഴുതുന്ന ചെറു കവിതയാണ് ഹൈക്കു. മനസ്സിലായല്ലോ? നമ്പർ 15 കാണാം. നമുക്ക് എഴുത്തുകാരുണ്ട്, 2 ലേഖികയുമുണ്ട്, 1 ലേഖകനുണ്ട് അല്ലേ. ആരൊക്കെയാണ്? ഒന്നാമത്തെ ആളാണ് സുരംഗമ യാദവ്, രണ്ടാമത്തെ ആള് ഗോപാൽ ബാബു ശർമ്മ, മൂന്നാമത്തെ ആള് കമല നികുർപ്പ. ഈ 3 പേരുടെയും ഹൈക്കു ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ഹൈക്കു ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഹൈക്കു എഴുതാൻ പറയും. ഹൈക്കു തന്നിട്ട് അതിൻ്റെ വിശ്ലേഷണം എഴുതാൻ പറയും അല്ലേ, അതിൻ്റെ വിശദീകരണം എഴുതാൻ പറയും. അപ്പോൾ നിങ്ങളത് എഴുതണം. അപ്പോൾ അതിൽ ലേഖകനെ കുറിച്ചിട്ടുള്ള ഇൻട്രഡക്ഷനും വേണം, ചെറുതായിട്ടൊരു ഇൻട്രഡക്ഷൻ വേണം. അതുപോലെ തന്നെ ഹൈക്കുവിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷനും വേണം അല്ലേ. ഒന്നാമത്തെ ഹൈക്കു എന്താണ്? സൂക്കായ ഭാഡ്. സൂക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? വരൾച്ച. സൂക്ക വരൾച്ച. സൂക്കായ ഭാഡ്. ഭാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളപ്പൊക്കം അല്ലേ, വെള്ളപ്പൊക്കം. സൂക്കായ ഭാഡ്, വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും. സാഹബ് കെ ആങ്കൺ. സാഹബ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുതലാളി അല്ലേ, പണക്കാരൻ. മുതലാളി അല്ലെങ്കിൽ പണക്കാരൻ, യജമാനൻ അല്ലേ. സാഹബ് കെ ആങ്കൺ, മുതലാളിമാരുടെ, പണക്കാരുടെ, ധനികരായ വ്യക്തികളുടെ മുറ്റം. ആങ്കൺ എന്ന് പറഞ്ഞാൽ മുറ്റം. സദാ പുഹാർ, എല്ലായ്പ്പോഴും എന്താണ്? പുഹാർ, വെറും തുള്ളിയാണ് അല്ലേ, വെറും നേർത്ത തുള്ളിയാണ്. ഇതിനൊരു വ്യംഗ്യാർത്ഥം അല്ലേ, ഒരു ഉള്ളിലുള്ളൊരു അർത്ഥമുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും ഒന്നും പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും അവയൊന്നും വലിയ ആളുകളെ, ധനികരായ വ്യക്തികളെ ബാധിക്കുന്നില്ല. അതെല്ലാം എപ്പോഴും ബാധിക്കുന്നത് ആരെയാണ്? വളരെ സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരെയാണ് വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ ബാധിക്കുള്ളൂ അല്ലേ. ശരിയല്ലേ പറഞ്ഞത്? ധനികരായൊരു വ്യക്തിക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും അതിനുള്ള സുവിധകളും അല്ലേ, അതായത് അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ഉണ്ട്. എന്നാൽ സാധാരണക്കാരന് അതുണ്ടോ? ഇല്ല അല്ലേ. സാധാരണക്കാരന് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും വരൾച്ച വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും? അവൻ എല്ലാം അനുഭവിക്കുക നിവർത്തിയുള്ളൂ അല്ലേ. അവന് അതിനെ തരണം ചെയ്യാൻ പ്രയാസമാണ്. പക്ഷേ ധനികനായ ഒരു വ്യക്തിക്ക് ഇതെല്ലാം വെറും നിസ്സാരമാണ്. അവനെ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? അതാരുടെ ഹൈക്കു ആണ്? സുരംഗമ യാദവിൻ്റെ ഹൈക്കു. അപ്പം രണ്ടാമത്തെ ഹൈക്കു ആരുടെയാണ്? ഗോപാൽ ബാബു ശർമ്മ എഴുതിയതാണ് അല്ലേ. പിതാനെ ഢൂണ്ടി. പിത എന്ന് പറഞ്ഞാൽ ആരാണ്? അച്ഛൻ അല്ലേ. അച്ഛൻ ഢൂണ്ടി. ഢൂണ്ടന എന്ന് പറഞ്ഞാൽ എന്താണ്? തിരയുക അല്ലേ. അച്ഛൻ തിരഞ്ഞു. ലാഠിയാം. എന്താണ് അച്ഛൻ തിരഞ്ഞത്? ലാഠിയാം, ഊന്നുവടി അല്ലേ, തൻ്റെ ബൈസാക്കി, അതായത് തൻ്റെ ഊന്നുവടി. ബൂഡാപ്പേക്ക്. ഊന്നുവടി എന്തിനുള്ളതായിരുന്നു? ബൂഡാപ്പേക്ക് അല്ലേ. ബൂഡാപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? വാർദ്ധക്യം അല്ലേ. വാർദ്ധക്യത്തിൽ തന്നെ സഹായിക്കാൻ അല്ലേ, അല്ലെങ്കിൽ തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വടി അല്ലേ തിരഞ്ഞു. ഊന്നുവടി
തിരഞ്ഞു. ദീക്തി നെഹി, എന്നാൽ എവിടെയും കാണുന്നില്ലായിരുന്നു, എന്നാൽ അത് കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ വാർദ്ധക്യത്തിലെ വടി എന്ന് പറയുന്ന ആരെയാണ്? ഇദ്ദേഹത്തിൻ്റെ മക്കളാണ് അല്ലേ? ഇതിലൂടെ എന്താ നമുക്ക് മനസ്സിലായേ? നമ്മളെ ഗോപാൽ ബാബു ശർമ്മ എന്താണ് പറയുന്നത്? അതായത് നല്ല പ്രായത്തിൽ എല്ലുമുറിയെ പണിയെടുത്ത് തൻ്റെ മക്കളെ വളർത്തി വലുതാക്കിയ ശേഷം വയസ്സായപ്പോൾ അല്ലേ, വാർദ്ധക്യം പ്രാപിച്ചപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹത്തിന് അതിന് സാധിക്കുന്നില്ല അല്ലേ? അദ്ദേഹത്തെ നോക്കാൻ ആരും തന്നെ ഇല്ല. അതായത് അദ്ദേഹം പഠിപ്പിച്ച് വലുതാക്കി, വളർത്തി വലുതാക്കി, ജോലിയൊക്കെ നേടിച്ചു കൊടുത്ത മക്കള് അദ്ദേഹത്തിന് വാർദ്ധക്യം വന്നപ്പോൾ, അദ്ദേഹത്തിന് വയസ്സായപ്പോൾ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു അല്ലേ? അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചു പോയി. ഇപ്പം അദ്ദേഹത്തിനെ സഹായിക്കാൻ മക്കളൊന്നും അടുത്തില്ല, ആരും അദ്ദേഹത്തിന് കൂട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ടാമത്തെ ഹൈക്കു മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ഹൈക്കു അല്ലേ, കമല നിഖുർപ്പയുടെ ഹൈക്കു ആണ്. അത് നോക്കാം. പേര് പഠിച്ചോളാം, കമല നിഖുർപ്പ. നോക്കാം. ഠൂണ്ഡ്തി രഹി, നേരത്തെ പറഞ്ഞു ഠൂണ്ഡന എന്ന് പറഞ്ഞാൽ എന്താ? അന്വേഷിക്കുക, തിരയുക. ഠൂണ്ഡ്തി രഹി, തിരഞ്ഞുകൊണ്ടിരുന്നു. ബർഫീലി, ബർഫീലി എന്ന് പറഞ്ഞാൽ മഞ്ഞു. എന്താ കവി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? തിരഞ്ഞു നടന്നു അല്ലേ? ഈ മഞ്ഞു മൂടിയ നഗരത്തിലൂടെ ഞാൻ ഒരുപാട് അലഞ്ഞു നടന്നു. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് സ്നേഹം, എവിടെ നിന്നെങ്കിലും ഒരു കരുണയോ സ്നേഹമോ സഹതാപമോ ലഭിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ തിരഞ്ഞു നടന്നു. എന്നാൽ അത് കിട്ടിയോ? ഇല്ല അല്ലേ? കമല നിഖുർപ്പ എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് ഇന്നത്തെ സമൂഹത്തിൽ അല്ലേ, ഇന്നത്തെ സമൂഹത്തിൽ आज के ज़माने में ज़्यादातर लोग अपने मूलभूत ज़रूरतों के लिए दौड़ रहे हैं അല്ലേ? എന്താണ്? ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ ബഡി സ്വാർത്ഥ ഹെ അല്ലേ, വളരെ സ്വാർത്ഥന്മാരായ ആളുകളാണ്. അവർക്ക് പരസ്പര സ്നേഹമോ സാഹോദര്യമോ ദയയോ സഹതാപമോ ഒന്നും തന്നെ ഇല്ല. അവരുടെ മനസ്സെന്താണ്? വെറും കല്ല് പോലെയാണ് അല്ലേ? എന്താണ് അതിൻ്റെ അർത്ഥം? അവരുടെ മനസ്സൊക്കെ ഭയങ്കര ദൃഢമാണ്. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവർക്ക് നേടിയെടുക്കുന്നതിനുള്ള ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നതിനുള്ള ഓട്ടത്തിനിടയിൽ അവർ മറ്റുള്ളവരെയൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ലോകത്തിൽ സ്വാർത്ഥത നിറഞ്ഞ ലോകമാണ്. അവിടെ സ്നേഹത്തിന് യാതൊരുവിധ സ്ഥാനവും ഇല്ല. അതാണ് കവി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ഹൈക്കു എന്താന്ന് പറയുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 3 ഹൈക്കു നന്നായിട്ട് വായിച്ചു പോവുക. പരീക്ഷയ്ക്ക് എന്തായാലും ഒരു ഹൈക്കു വരാറുണ്ട്. ഹൈക്കു നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈക്കു നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെ വ്യാഖ്യ എഴുതേണ്ടി വരും. എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൈക്കു എന്താന്നുള്ളത് എഴുതുക. एक छोटी सी जापानी लघु कविता को हाइकु कहलाता है. इसमें 3 पंक्तियां हैं, 3 छोटी छोटी पंक्तियां हैं. इसकी पहली पंक्ति में 5 अक्षर और दूसरी पंक्ति में 7 अक्षर और तीसरी पंक्ति में 5 अक्षरों और कुल ടോട്ടൽ 17 അക്ഷരങ്ങളുണ്ട്. 17 അക്ഷരങ്ങൾ കൊണ്ട് എഴുതുന്ന 3 വരികളിലായി എഴുതുന്ന ചെറു കവിതയാണ് ഹൈക്കു. മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം ഓർത്ത് വെച്ചോളുക, പരീക്ഷയ്ക്ക് വരുമ്പോൾ എഴുതുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ പുറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സൂക്ക വരൾച്ച, ബാഡ് പ്രളയം അല്ലേ, വെള്ളപ്പൊക്കം, പുഹാർ ചെറിയ തുള്ളി, ബൂട്ടാപ്പേക്കി ലാട്ടി എന്താണ്? വൃദ്ധാവസ്ഥയിലുള്ള ആശ്രയം, ബർഫീലി മഞ്ഞ്, ബരഫ് മഞ്ഞ്, നേഹ്ക്കി ആഞ്ച് സ്നേഹത്തിൻ്റെ ചൂട്. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും